ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം സുൻജെ ഫ്യൂച്ചറി ഒരു സിംഗറാകത്തില്ലെന്നറിഞ്ഞാലും അതൊന്നും കുഴപ്പമില്ലെന്നറിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ സമാധാനമായി കാണും. അങ്ങനെ അതിനുശേഷം ഇപ്പൊ സുൻജയുടെ കൂട്ടുകാരനും ഇംസോളിന്റെ കൂട്ടുകാരനെയും വിളിച്ചോണ്ട് പുറത്ത് ഡേറ്റിന് പോയേക്കും. അങ്ങനെ അവർ രണ്ടും ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേ കോഫി ഷോപ്പിലേക്ക് ചേട്ടന് സ്റ്റുഡന്റ് ആയിട്ട് അവിടേക്ക് വരുന്നത്. അപ്പോഴാണ് ഇവളും മറ്റവനായിട്ട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് ചേട്ടനും ജലസാവും. ഞാൻ അവളോട് വേറൊരു പയ്യനെ നോക്കാൻ പറഞ്ഞോണ്ട് അവൾ ഇത്രയും പെട്ടെന്ന് വേറൊരു പയ്യനെ നോക്കിയോ എന്നിന് ചേട്ടനും ജലസായി കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ ചിരിച്ച് കുറെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഇതൊക്കെ കണ്ട് അവന് സഹിക്കാൻ പറ്റാതെ ഇത്രയ്ക്കും ചിരിക്കാൻ അവൻ അത്രയും വലിയ കോമഡിയാണോ പറഞ്ഞെന്നറിഞ്ഞ് ദൂരെ നിന്ന് ഇതെല്ലാം കണ്ടിട്ട് ചേട്ടൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവന് ഡേറ്റ് കഴിഞ്ഞ് തിരിച്ച് കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവന്റെ ചേട്ടന്റെ കല്യാണം വരുന്നുണ്ട്. വെഡ്ഡിങ് ഗിഫ്റ്റ് ആയിട്ട് അവരുടെ ഹണിമൂണിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് പോകും. അപ്പോഴാണ് അതേസമയം അവിടെ സുൻജയും അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചുവിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തങ്ങ് വിടും. ഇത് കണ്ട് അവന്മാരെ അടുത്തേക്ക് വന്നിട്ട് ഒരു ഗേൾ ഫ്രണ്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഉള്ള എല്ലാ പെമ്പിള്ളേരെയും വിഷമിച്ച് കരയിപ്പിക്കണമെന്ന് പറഞ്ഞ് അവന്മാരറിയാതെ അവന്റെ ചേട്ടന് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് സുൻജയുടെ ബാഗിനകത്ത് അങ്ങ് ഇടും. അപ്പോഴാണ് പെട്ടെന്ന് ഹിംസോളിന്റെ അടുത്ത് നിന്ന് അവന് ഫോൺ കോൾ വന്ന ഉടനെ അവൻ ഇവന്മാരെ ആ സാധനം അറിയാതെ പെട്ടെന്ന് അവന്റെ ബാഗ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞ് ഇവർ രണ്ടും തിരിച്ച് ഒരുമിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോകുന്നവർക്ക് സുൻജയും അവളുടെ കൂടെ റൊമാൻസ് ചെയ്തോണ്ടേ പോകും. അങ്ങനെ ഇവർ പരസ്പര സന്തോഷത്തോടെ ഡേറ്റ് ചെയ്തോണ്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവൻ ഇത്രയും പെട്ടെന്ന് വീട്ടിൽ വന്നെന്ന് പറഞ്ഞ് കുറച്ച് സങ്കടപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഇനി കുറച്ച് ടൈം കൂടെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവൻ അവളെയും വിളിച്ചോണ്ട് അവളുടെ അമ്മയുടെ കടയിലേക്ക് ചെല്ലും. അങ്ങനെ ഇംസോളിന്റെ ഫാമിലി മൊത്തം അവളുടെ വീട്ടിലുള്ളപ്പം ഇവർ രണ്ടുപേരും കൂടെ ആരും അറിയാതെ കടയിൽ ചെന്നിരുന്ന് ഒരുമിച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കും. അതേസമയം രാത്രി സമയത്ത് ഇവന്റെ കൂടെ ഒറ്റയ്ക്ക് സിനിമ കാണുന്നുണ്ട്. അവൾ ഇവന് വേറെന്തോ പ്ലാൻ ഉണ്ടോന്ന് പറഞ്ഞ് കുറച്ച് കൺഫ്യൂസ് ആയിട്ടിരിക്കും. അപ്പോഴാണ് അവനും പെട്ടെന്ന് ആ സിനിമയ്ക്കകത്ത് ബീച്ച് കാണിക്കുമ്പോൾ ഇവൾ ഇവിടുന്ന് ഫ്യൂച്ചറിൽ പോകുന്നതിന് മുമ്പ് ഒരുമിച്ച് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് പറയും. ഇത് കേട്ട് അവളും പെട്ടെന്ന് ഷോക്കായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ബീച്ചിൽ പോകാന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് സുൻജ അവളുടെ അടുത്തേക്ക് വരുമ്പം ഇവളും കിസ് ചെയ്യാനാ പോകുന്നെന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കും. അപ്പോഴാണ് അവന് സൈഡിൽ കൂടെ അവിടെ നിന്ന് റിമോട്ട് എടുത്തിട്ട് അവൻ അതിനല്ല വന്നേന്ന് പറയും. അതോടെ ഇംസോള് മൊത്തം നാണം കിട്ടിട്ട് ഇവൻ വരുന്ന വഴിക്ക് അങ്ങനെ കിസ് ചെയ്തോണ്ട് ഇവൾ തെറ്റിരിച്ചാന്ന് പറയും. അങ്ങനെ കുറെ സമയം ഇവർ അവിടുന്ന് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ഇംസോള് കിടന്ന് ഉറങ്ങിപ്പോകും. ഇത് കണ്ട് അവനും ചിരിച്ചിട്ട് ഈ സമയത്ത് ഇവൾക്ക് ഉറങ്ങാൻ തോന്നുന്നോന്ന് പറഞ്ഞ് അവന്റെ ഷോൾഡറെ അവളെ കിടത്തി അന്ന് രാത്രി ഫുള്ളും ആ കടയിൽ തന്നെ ഇവർ ടൈം സ്പെൻഡ് ചെയ്യും. അതിനുശേഷം അടുത്ത ദിവസം ഇംസോളും കണ്ണോർ നോക്കുമ്പോഴാണ് അവൾ ഉറക്കത്തി സുൻജ ഡ്രസ്സ് മൊത്തത്തിൽ തുപ്പലായി കാണും. അതോടെ ഇത് കണ്ട് അവളും പേടിച്ചിട്ട് പെട്ടെന്ന് അതിൽ ഉണങ്ങണം എന്നറിഞ്ഞ് കുറച്ച് കാറ്റടിച്ചു കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് സുൻജയും ഉറക്കത്തിയും ചിരിക്കാൻ തുടങ്ങും. കാരണം അവൻ ഇതുവരെ ഉറങ്ങിയിട്ടേ ഇല്ല. ഇതോടെ അവള് ഷോക്കായിട്ട് അപ്പൊ രാത്രി ഫുള്ളും ഉറങ്ങില്ലെന്ന് ചോദിക്കുമ്പോഴാണ് അവനും പെട്ടെന്ന് ഇപ്പൊ കാറ്റൊക്കെ വീശി എന്തോ കാണിച്ചെന്ന് അവന്റെ ഡ്രസ്സിനകത്ത് നോക്കാൻ പോകും. ഇതോടെ അവളും പെട്ടെന്ന് അവന്റെ ഡ്രസ്സ് മറിച്ചിട്ട് അങ്ങോട്ടേക്ക് നോക്കലെന്ന് പറയുമ്പോഴാണ് അവനും തുപ്പലല്ലേ അതൊക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടാൻ പറയും. പക്ഷെ അവളാണ് അത് അവൻ കാണുന്നതുകൊണ്ട് ഇവൾക്ക് നാണക്കേടാന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് സുൻജി അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ അവിടെ നിന്ന് കാണും. ഇതോടെ അവനും പേടിച്ച് ചാടി എഴുന്നേക്കുമ്പോഴാണ് ഇവൾ അവന്റെ ബനീനകത്ത് പിടിച്ചിരിക്കുന്നുണ്ട് ഇവൻ എഴുന്നേറ്റോടെ അത് മൊത്തത്തെയും കീറിപ്പോവും. അപ്പോഴാണ് ചേട്ടൻ ഇത് കണ്ടിട്ട് നാണില്ലാത്തവനെ എന്റെ അനിയത്തായിട്ട് റൂമിൽ എന്തോടാ ചെയ്യുന്നത് എന്നതിന് ഓടി വന്ന് അവനായിട്ട് അടിക്കാൻ തുടങ്ങും. കാരണം അവന്റെ ഡ്രസ്സ് കീറിയിരിക്കുന്നിട്ട് ഇവരുടെ തമ്മിൽ എന്തോ നടന്നെന്നറിഞ്ഞ് ചേട്ടൻ മൊത്തത്തിൽ തെറ്റിയിരിക്കും. അങ്ങനെ ഇവരുടെ ഫാമിലി മൊത്തത്തിൽ പ്രശ്നത്തിലാകുമ്പോഴാണ് സുൻജ ഇംസോളും കൂടെ ഇവർ വിചാരിക്കുന്ന പോലെ നടന്നില്ലെന്നറിഞ്ഞ് അവർ സത്യം പറയാൻ നോക്കും. പക്ഷെ ചേട്ടനാതൊന്നും കേൾക്കാതെ എന്റെ അനിയത്തിയോട് എന്തുവാടാ കാണിച്ചെന്ന് അറിഞ്ഞ് അവനിട്ട് അടിച്ച് പൊട്ടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് ഈ പ്രശ്നമൊക്കെ നടക്കുന്നറിഞ്ഞ് സുൻജയുടെ അച്ഛൻ അവിടേക്ക് വന്ന് ചേട്ടനെ പിടിച്ച് മാറ്റിയിടും. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്റെ പായനെ പിടിച്ചടിക്കും എന്നിട്ട് അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ഇംസോളിന്റെ അമ്മയും സംസാരിക്കുന്ന മുമ്പ് അവൻ ധരിച്ചേക്കുന്ന ഡ്രസ്സിന്റെ കോലം നോക്കാൻ പറയും. അപ്പോഴാണ് അച്ഛൻ ഇവനെ നോക്കിയതോടെ ഇവന്റെ കോലം കണ്ട് മൊത്തം ഷോക്കായി പോകും. അങ്ങനെ അച്ഛൻ ഇതെന്തോ കോലം എന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോഴാണ് അവൻ ഇത് അറിയാതെ ഡ്രസ്സ് കീറിപ്പോയതാന്ന് പറയും. അതുകൊണ്ട് അച്ഛനും തന്റെ മോനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ടൊന്നും പറയില്ലെന്ന് പറഞ്ഞ് അവരെതിർത്ത് സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇംസോളിന്റെ അമ്മയും അവൻ ഇവിടുന്ന് റൊമാൻറ്റിക് ആയിട്ടുള്ള കുറെ സീഡിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് സുൻജയുടെ മൈൻഡ് ഫുള്ളും മോശമായിട്ടുള്ള കാര്യങ്ങളാന്ന് അവനെ കുറിച്ച് മോശമായിട്ട് പറയും. ഇതോടെ അച്ഛനും ദേഷ്യത്തി എന്റെ മോനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ നീ ആരാന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ അടിയാകും. അപ്പോഴാണ് അതേസമയം സുൻജി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇംസോളിന്റെ ചെവി അടച്ചിട്ട് ഇവര് പറഞ്ഞ പോലെ അങ്ങനത്തെ സീഡി ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ലെന്ന് അവളെ പറഞ്ഞ് മനസ്സിലായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അച്ഛനും ദേഷ്യത്തി അപ്പൊ സത്യത്തി ഇവൾക്ക് വേണ്ടിയാണോ വിദേശത്ത് പോകുന്ന ക്യാൻസൽ ആക്കിയെന്ന് പറഞ്ഞ് അവനെ വഴക്കുറയുമ്പോഴാണ് ഇംസോളിന്റെ അമ്മയും ഇവൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് എന്റെ മോളെ കുറിച്ച് താഴ്ത്തി പറയുകയാണെന്ന് വീണ്ടും അച്ഛനായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് അച്ഛനും തന്റെ മോളായിരിക്കും ഇവന്റെ പുറയെന്ന് ശല്യപ്പെടുത്തിയെന്ന് സുൻജയെ താഴ്ത്തി കൊടുക്കാതെ അവന് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് സുൻജ അവളല്ല ഇവനാ പുറയെ നടന്നിങ്ങനെ സെറ്റാക്കിയെന്ന് അവരോടെല്ലാം തുറന്നറിയും. ഇതോടെ അച്ഛന് മൊത്തം നാണം കിട്ടിട്ട് ഇവന് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞ് അവനെ അടിച്ചിട്ട് അവൻ്റെ പോകാൻ നോക്കുമ്പോഴാണ് സുൻജയും അവന്റെ ലവ് ഇതോടെ അവസാനിക്കുന്നത് അവന് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അച്ഛൻ അവന്റെ ബാഗ് പിടിച്ച് വലിച്ചോണ്ട് മര്യാദ
മര്യാദയ്ക്ക് ഇവിടെ നിന്ന് വാന്ന് പറഞ്ഞ അവന് ഫോഴ്സ് ചെയ്യുമ്പോഴാണ് ഇവർ രണ്ടുപേരും ആ ബാഗ് പിടിച്ച് വലിച്ചുകൊണ്ട് സുഞ്ചയുടെ കൂട്ടുകാരൻ വെച്ച മറ്റേ ഹണിമൂൺ ഗിഫ്റ്റ് മൊത്തത്തിൽ പൊട്ടി അവിടെ എല്ലാം തെറിച്ച് വീഴും. ഇത് കണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഷോക്കായിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ഛനും ഈ സാധനം എല്ലാം എനിക്ക് വേണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞ് സുഞ്ചയെ വീണ്ടും സപ്പോർട്ട് ചെയ്തോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് ഇംസോളും സുഞ്ചയും കൂടെ ഫോണിൽ സംസാരിക്കുമ്പോഴാണ് അവളും സുഞ്ചയെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ എടുത്തു പറയാൻ നോക്കിയാലും വീട്ടിൽ അത് ആരും തന്നെ കേട്ടില്ലെന്ന് അവനോട് പറയും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് അവനും അപ്പൊ ഇനി അവരുടെ മനസ്സ് മാറ്റാൻ വേണ്ടി എന്തുവാ ചെയ്യേണ്ടതെന്ന് ഇവളോട് ചോദിക്കുമ്പോഴാണ് അവൾ അവനോട് ഡൗട്ട് ചോദിക്കും. പിന്നെ സുഞ്ച ആ ബാഗിൽ നിന്ന് വീഴുന്ന സാധനങ്ങളൊക്കെ സത്യത്തിൽ നിന്റെ അല്ലല്ലോ എന്നിന് അവളും ഡൗട്ടോട് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും ഇംസോൾ സത്യമായിട്ട് അത് എന്റെ അല്ല, നിനക്ക് എന്നെ വിശ്വാസം വന്നില്ലേ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും എനിക്ക് വിശ്വാസം വന്ന് എന്നിന് അവളുടെ സംസാരത്തിൽ കുറച്ച് ഉറപ്പില്ലാതിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി അവനും ഇംസോൾ നിനക്ക് വിശ്വാസമില്ലെന്ന് എനിക്കറിയാം, ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റാൻ വേണ്ടി എന്റെ ബാഗിനകത്ത് അത് ആരാ വെച്ചെന്ന് ഞാൻ ഇനി 1 മണിക്കൂറിനുള്ളിൽ കണ്ടെത്തും എന്നിന് അവനും ഫോൺ കട്ട് ചെയ്തിട്ട് അവന്റെ ബാഗിനകത്ത് ഇതെങ്ങനെയാ വന്നെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവന്റെ കൂട്ടുകാരനും കോളേജ് വെച്ചാ ഇവന്റെ ബാഗിനകത്ത് ആ സാധനം ഇട്ടെന്ന് അവന് മനസ്സിലാകും. അതോടെ ഡയറക്റ്റ് അവനെ ഫോൺ വിളിച്ച് നോക്കുമ്പോഴാണ് അവന്റെ ഫോൺ റീച്ച് ആവത്തില്ല. അതുകൊണ്ട് അവന്റെ കൂട്ടുകാരനെ വിളിക്കും. എടാ പിന്നെ എന്റെ ബാഗിനകത്താരം മറ്റേ സാധനം വെച്ച് നിന്റെ കൂട്ടുകാരനല്ലേ ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് ഇവനൊന്നും മനസ്സിലാവാതെ ഏത് സാധനം, എടാ അത് ഞാൻ നിന്നോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, കുറെ കവർ ഉണ്ടായിരുന്നു എന്റെ ബാഗിനകത്ത്, അതൊക്കെ നിങ്ങളാണോ വെച്ചേ? ഓ അതൊക്കെ നിന്റെ ബാഗിലായിരുന്നോ? അവൻ പാവാന്റെ ചേട്ടന് ഹണിമൂൺ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മൊത്തത്തിൽ സങ്കടപ്പെട്ടിരുന്നെ ഏതിന് ഇവനും പറഞ്ഞോടെ സുഞ്ച അവനോർത്ത് ദേഷ്യപ്പെടും. അങ്ങനെ അതിനുശേഷം സുഞ്ച നല്ലവനാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇംസോളിന്റെ വീട്ടിലേക്ക് അവന്റെ അച്ഛനും വിളിച്ചോണ്ടിരുന്നേക്കും. പക്ഷെ അച്ഛനാണ് ഇവിടെ 1 സെക്കൻഡ് പോലും നിക്കത്തില്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴാണ് സുഞ്ച അച്ഛനെ ഫോഴ്സ് ചെയ്ത് അവിടെ ഇരുത്തിയേക്കും. അപ്പോഴാണ് അമ്മമ്മ ഇവ രണ്ടുപേർ അടക്കി എന്നിട്ട് ഒരു ജഡ്ജിനെ പോലെ ബിഹേവ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ എവിഡൻസ് വരുന്നവരെ ആരെ കുറിച്ച് മോശമായിട്ട് പറയില്ലെന്ന് അമ്മമ്മ അവിടെ നിന്ന് വാൺ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് സുഞ്ചയും അവന്റെ വീട്ടിലെ DVD പ്ലെയർ അവിടേക്ക് എടുത്തു വെച്ചിട്ട് ഇവരുടെ കടയിലത്തെ CD ഒന്നും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് അറിയും. അതുകൊണ്ട് അവരുടെ കടയിൽ നിന്ന് വാങ്ങിച്ച റൊമാൻറ്റിക് മൂവീസ് ഒന്നും അവൻ കണ്ടിട്ടില്ലെന്ന് അറിയുമ്പോഴാണ് പിന്നെ കാണാനല്ലാതെ എന്തിനാ വാങ്ങിച്ചെന്ന് അമ്മയും ചേട്ടനും കൂടെ അവനോട് ദേഷ്യപ്പെടും. അപ്പോഴാണ് അവനും ഇംസോളിനെ കാണാൻ വേണ്ടി ഇടയ്ക്ക് ആ കടയിലേക്ക് ഒന്നിങ്ങനെ സാധനം വാങ്ങിച്ചെന്ന് അവരോട് സത്യം പറയുമ്പോഴാണ് പെട്ടെന്ന് ഇംസോളും ഇവനിങ്ങനെ പറഞ്ഞോർത്ത് ഷൈ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ഇത് കേട്ട് ദേഷ്യപ്പെടത്തേ ഉള്ളൂ. കാരണം അവർ തമ്മിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ഇവർ രണ്ടിനും കൂടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ജഡ്ജ് അവരോടെല്ലാം പറയും ഓക്കെ ആ പ്രശ്നം ഇപ്പൊ സോൾവ് ആയി, ഇനിയിപ്പോ സുഞ്ചയുടെ ഡ്രസ് എന്തിനാ രാവിലെ അങ്ങനെ കീറി കടന്ന് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എടുത്തു പറ എന്നിനെ ജഡ്ജും ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇംസോൾ അവരോടൊക്കെ പറയും അത് പിന്നെ അമ്മുമ്മേ ഞാൻ അറിയാതെ അവന്റെ ഡ്രസ്സ് കീറി കളഞ്ഞ എന്നിന് ഇവളും പറയുമ്പോഴാണ് ഇംസോളിന്റെ അമ്മയും നീ ആയിരുന്നു അവിടെ കീറി കളഞ്ഞെന്ന് പറഞ്ഞ് അവളിട്ട് അടിക്കുമ്പോഴാണ് സുഞ്ച് അവളെ ചെന്ന് പ്രൊട്ടക്ട് ചെയ്യും, അവന്റെ ലവറിനെ അടിക്കില്ലെന്ന് പറഞ്ഞ്. ഇതോടെ അച്ഛൻ അവനെ പിടിച്ചിരുത്തിയിട്ട് അവർ തമ്മിൽ അടിച്ച് പൊളിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ അവനെ പിടിച്ചിരുത്തും. ഇതോടെ അമ്മുമ്മയും എങ്കിൽ പിന്നെ ആ പ്രശ്നം സോൾവ് ആയെങ്കിൽ ഈ ബാഗിനകത്ത് ഫുള്ളും ഈ സാധനം എങ്ങനെ വന്നെന്ന് പറഞ്ഞ് അമ്മുമ്മ അവനോട് ചോദ്യം ചെയ്യും. അതോടെ അവനും അത് ഇവന്റെ എല്ലാം തെളിയിക്കാൻ വേണ്ടി അവന്റെ കൂട്ടുകാരിപ്പോ വരുന്ന പറയുമ്പോഴാണ് അച്ഛന് മൊത്തത്തിൽ കൺട്രോൾ ആയിട്ട് ഇതൊക്കെ എന്തിനാ ഇവരോട് തെളിയിക്കണമെന്ന് അവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡിയാകും. അപ്പോഴാണ് ഇംസോളിന്റെ അമ്മയും ഇവർ നാണം കെടുന്നത് കാണാൻ പറ്റാതെ എഴുന്നേറ്റ് പോകുവാണെന്ന് പറഞ്ഞ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആ സമയത്ത് ആ കവറിന്റെ ഓണർ അവിടേക്ക് എത്തും. സുഞ്ച ഞാൻ എത്തിയടാ, എന്തിയടാ എന്റെ ഹണിമൂൺ ഗിഫ്റ്റ് ഏതിന് അവനും ചോദിച്ചോടെ നമ്മ രണ്ടുപേരും പ്യുവർ ആയിട്ടുള്ള ലവറാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഹഗ് ചെയ്യും. അതേസമയം ഇപ്പൊ ടേസുങ്ങിനെ കാണിക്കുവാണ്. അങ്ങനെ അവന് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അവന് ഡ്രസ്സൊക്കെ വിറ്റുപോകാൻ വേണ്ടി കുറെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം അവന്റെ അച്ഛൻ അവന് ഫോൺ വിളിച്ചിട്ട് ഇംസോളിനെ കൊല്ലാൻ വന്ന ആ സൈക്കോയെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ പറയും. അതിനുശേഷം അവൻ അപ്പൊ തന്നെ ഇംസോളിനെ കാണണമെന്ന് പറഞ്ഞ് അവളെ പുറത്തേക്ക് വിളിച്ചോണ്ടേ സംസാരിക്കും. ഇംസോൾ അന്ന് രാത്രി നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ട്രക്ക് നീ കണ്ടെന്ന് അറിഞ്ഞില്ലേ? ആ ട്രക്ക് ആ കിം യങ് സൂവിന്റെ, അതായത് നിന്നെ കൊല്ലാൻ നോക്കിയ കില്ലറിന്റെ തന്നെ. എന്റെ അച്ഛൻ പിന്നെ ഈ കാര്യം നിന്നോട് വിളിച്ചു പറയും, ഞാൻ നിന്നെ മുമ്പേ വാൺ ചെയ്തേ ഉള്ളൂ. ഈ സൈക്കോയുടെ കാര്യം നിന്റെ ഫാമിലിയോടൊക്കെ പറഞ്ഞായിരുന്നു ഏതിന് ഇവൻ ചോദിക്കുമ്പോൾ അവളും ഞാനിന്ന് അവരോട് പറഞ്ഞിട്ടില്ല, നീ ഇതാരോടും ചെന്ന് പറയല്ല, കാരണം എന്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞാലും നടക്കേണ്ടത് നടന്നിരിക്കും, അതുകൊണ്ട് ഞാൻ കാരണം വെറുതെ അവരെ വിഷമിപ്പിക്കണ്ട, നീ ഇതാരോടും പറയാതെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യണം എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും ഓക്കെ സീക്രട്ട് ആയിട്ട് ഞാൻ കീപ്പ് ചെയ്യാം, പക്ഷെ അത് ഫ്രീ ആയിട്ടല്ല, എനിക്ക് നീ ചെലവ് ചെയ്യണം ഏതിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സുഞ്ചയം വരുന്നത്. ചെലവോ? ഇവളെന്തിനാ നിനക്ക് ചെലവേന്ന് ഏതിന് ഇവൻ അവിടേക്ക് വരുമ്പോഴാണ് ടേസും അവനെ കണ്ടിട്ട് ഹായ് ബ്രോ എന്ന് പറഞ്ഞ് അവനായിട്ട് സംസാരിക്കാൻ നോക്കും. പക്ഷെ ഇവിടെ സുഞ്ചയാണ് മൊത്തം ജലസായിരിക്കുക. അതുകൊണ്ട് ഇവൻ എന്തിനാ ഇപ്പൊ ഇംസോളിനെ കാണാൻ വന്നേന്ന് ചോദിക്കുമ്പോഴാണ് ഇംസോളും പെട്ടെന്ന് അറിയാതെ അവന്റെ ഡ്രസ്സ് ഇവള് മാറ്റിയെടുത്തോണ്ടെന്നുണ്ട് അതിന് സോറിയായിട്ട് ചെലവ് ചെയ്യാൻ പോകുമെന്ന് പറയും. അപ്പോഴാണ് സുഞ്ചയും നിനക്ക് വരെ ഞാൻ ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ടേസുങ്ങിനെ വിളിച്ചോണ്ട് പുറത്തേക്ക് പോകും. അങ്ങനെ ടേസുങ്ങും അവനായിട്ട് ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കാൻ നോക്കുമ്പോഴാണ് നമ്മൾ തമ്മിൽ എപ്പോഴും ഇത്രയും ക്ലോസ് ആയെന്ന് സുഞ്ച ജലസായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് അവനും ഇനി മേലെ എന്റെ ഗേൾ ഫ്രണ്ടായിട്ട് കറങ്ങലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ടേസുങ് അവനെ തടഞ്ഞു നിർത്തിയിട്ട് ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്ന ചങ്കയെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് അവിടെ ഇരുത്തും. അപ്പോഴാണ് സുഞ്ച അവനോട് ചോദിക്കുന്നത് അത് പിന്നെ നിങ്ങളേതോ സീക്രറ്റ് എന്ന് പറഞ്ഞില്ലേ, അവൾ
അവൾ നിന്നോട് എന്ത് സീക്രറ്റ് കീപ്പ് ചെയ്യാൻ പറഞ്ഞ? എന്നിട്ട് ഇവനെ ചോദിച്ചറിയാൻ നോക്കുമ്പോഴാണ് ടേസങ് ഒന്നും പറയാതെ ഞാനെന്തിനാ അതൊക്കെ പറയുന്നത്, ഇംസോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുത്തിനോടും ഇതിനെക്കുറിച്ച് പറയില്ലെന്ന്. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവനും ഒരുത്തിനോട് നീ പറയാതിരിക്കാം, പക്ഷെ ആ ഒരുത്തൻ ഞാനല്ല, കാരണം ഞാൻ അവളുടെ ബോയ് ഫ്രണ്ടാ, നീ എന്നോടത് പറയണം. എന്നിനെ സുൻജ ചോദിക്കുമ്പോഴാണ് നിനക്ക് ആ സീക്രറ്റ് അറിയണേ അവളോട് തന്നെ ചോദിച്ചോന്ന് പറഞ്ഞിട്ട് ഇവന് സൈലന്റ് ആകും. അതിനുശേഷം ഇവന്മാർ രണ്ടുപേരും കൂടെ ഡ്രിങ്ക്സ് അടിച്ച് മൊത്തത്തിൽ ഫിറ്റ് ആകുമ്പോഴാണ് സുൻജയും അതെന്തോ സീക്രട്ട് എന്ന് പറഞ്ഞ് അവനോട് വീണ്ടും ചോദിക്കുമ്പോഴാണ് നിനക്ക് വേണേ അവളോട് തന്നെ പോയി ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോഴും ഇംസോളിന് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് സുൻജയും നിനക്ക് ഇഷ്ടമാണ് എനിക്ക് പുല്ലാന്ന് പറഞ്ഞിട്ട് ടേസുങ്ങിനെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവന്മാർ ഇവിടെ അലമ്പുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇംസോളിന്റെ ചേട്ടനും ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നേക്കും. അങ്ങനെ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഉള്ള പെണ്ണുങ്ങളുടെ അടുത്ത് നടി വാങ്ങിക്കുന്ന റോളായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അത് വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡയറക്ടർ അവിടേക്ക് വന്നിട്ട് ഈ റോളിന് ആക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫേമസ് ആയ സെലിബ്രിറ്റി സമ്മതിച്ചെന്ന് പറയും. അതുകൊണ്ട് ഇനി ചേട്ടന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ചേട്ടനെ കളഞ്ഞിടുമ്പോഴാണ് ഇത്ര അടി വാങ്ങിച്ചിട്ട് എന്നെ റിജക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ചേട്ടൻ അവിടെ വിഷമിച്ച് റോഡിൽ തന്നെ ഇരിക്കും. അപ്പോഴാണ് അതേസമയം ഇതെല്ലാം ഇംസോളിന്റെ കൂട്ടുകാർ അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കും. അതിനുശേഷം അവളും ചേട്ടനെ സമ്മാനപ്പെടുത്താൻ വേണ്ടി അടുത്തേക്ക് വന്നിരിക്കും. ഒപ്പം അവന്മാരൊക്കെ പോകാൻ പറ, നിങ്ങളുടെ ആക്ടിങ്ങിനെ കുറിച്ച് അവന്മാർക്കൊന്നും മനസ്സിലാവത്തില്ല, നിങ്ങളെ കിട്ടാത്തതൊക്കെ അവന്മാർ അനിലക്ക. എന്നിട്ട് ഇവളും ചേട്ടനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ചേട്ടനെ കുറച്ച് ആശ്വാസപ്പെട്ടിട്ട് എന്നെ കുറിച്ചാണ് ഇത്രയും പൊക്കി പറയുന്നതെന്ന് ചേട്ടന് വിശ്വസിക്കാൻ പറ്റാതിരിക്കും. അപ്പോഴാണ് അവളും നിങ്ങളൊക്കെ ഗോൾഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാന്ന് പറയുമ്പം ചേട്ടനെ ഇവിടുന്ന് ശരിയായിട്ട് അവളോട് ചോദിക്കും, ഓ നീ മിണ്ടണ്ട, നിനക്ക് എന്റെ ക്ലാസ്സിൽ പയ്യനായിട്ട് ലവ് ആന്നൊക്കെ ഞാൻ അറിഞ്ഞില്ല, അന്ന് ക്യാൻറ്റീനിൽ വെച്ച് നിങ്ങൾ പരസ്പരം ചിരിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഏതിന് ചേട്ടനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഇവള് ഷോക്കായിട്ട് ഓ അപ്പൊ അതോർത്ത് നിങ്ങൾ ജലസായല്ലേ, എനിക്കെല്ലാം മനസ്സിലായി ഇപ്പൊ. ഏതിന് ഇവളും കളിയാക്കാൻ തുടങ്ങുമ്പോൾ ചേട്ടൻ നമുക്ക് ടോപ്പിക് ആയിട്ടാന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് അതേസമയം ഇവരെ നോക്കി ഒരു പട്ടിയും ശബ്ദം ഉണ്ടായിക്കൊണ്ട് അടുത്തേക്ക് വരുന്നത്. അതോടെ ചേട്ടനും ഇവിടുന്ന് സീനാന്ന് പറഞ്ഞിട്ട് ഹ്യുൻജയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒറ്റ ഓട്ടം കൂടി പോകും. അങ്ങനെ ഇവരെ ഫോളോ ചെയ്ത പട്ടിയും വരുമ്പോഴാണ് ആദ്യം ചേട്ടനെ സേഫ് ആക്കണമെന്ന് പറഞ്ഞ് ഹ്യുൻജ അവിടെ നിന്ന് ആദ്യം ചേട്ടനെ ചെന്ന് ഒളിഞ്ഞിരിക്കാൻ പറയും. അപ്പോഴാണ് ചേട്ടനും രക്ഷപ്പെടുവാണ്, രണ്ടുപേരും രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒളിയുമ്പോഴാണ് ചേട്ടൻ അവളോട് ദേഷ്യപ്പെടും, എന്നെ മാത്രം എന്തിനാ രക്ഷിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ്. ഒരേശ് ഇവള് പുറത്ത് നിന്നായിരുന്നെങ്കിൽ ആ വലിയ പട്ടി ഇവളെ കടിച്ച് കീറിയെന്ന് പറയുമ്പോഴാണ് പുറത്ത് കാണിക്കുമ്പോൾ അത് വേറെ ഒരു കൊച്ചു പട്ടിയായിരിക്കും. അങ്ങനെ എന്തായാലും ആ പട്ടി കാരണം ഇവർ രണ്ടുപേരും കൂടെ സെറ്റ് ആകും. അപ്പോഴാണ് ഇവർ റൊമാൻസ് ഉണ്ട് ആ പട്ടിയും പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടി പോകും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം സുൻജയും കണ്ണുറന്ന് നോക്കുമ്പോഴാണ് ഇവന്റെ ഫ്രണ്ട് ടേസുങ്ങിനെ കണ്ടുടനെ അവന് മൊത്തത്തിൽ പേടിച്ച് ഷോക്കായി പോകും. എന്തുവാടാ ഇവിടെ നടക്കുന്നത്, ഞാനെപ്പോഴും ഇവന്റെ കൂടെ കടന്നിറങ്ങി. ഇതിന് അവന് ഷോക്കാകുമ്പോഴാണ് ഇവന്മാർ രണ്ടുപേരും കൂടെ സുൻജയുടെ കൂട്ടുകാരന്റെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അതോടെ അവനും ദേഷ്യത്തിൽ അവന്മാർ രണ്ടുപേരും അടിച്ചിട്ട് ഇന്നലെ എന്തോ സംഭവിച്ചെന്ന് അവന്മാർക്ക് ഫ്ലാഷ് ബാക്ക് ആയിട്ട് പറയും. അങ്ങനെ അവന്മാർ രണ്ടുപേരും വെള്ളമടിച്ച് ഫിറ്റായി പോകുന്ന വഴി ഫുള്ളും രണ്ടുപേരും ഇംസോൾ എന്ന് പറഞ്ഞ് അവളെ കുറിച്ച് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കണ്ട് കൂട്ടുകാരനെ സഹിക്കാൻ പറ്റാതെ രണ്ടുപേർക്കും ഗേൾസിനോട് ഒരു വല്ലാത്ത ടേസ്റ്റാന്ന് പറയുമ്പോഴാണ് അവന്മാരുണ്ടും ദേഷ്യത്തിൽ ഇംസോളിന് എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് ഇവനോട് ചൂടാകും. അങ്ങനെ ഇന്നലെ കാണിച്ചേക്കാലം വെച്ച് സുൻജയ മൊത്തം നാണം കെട്ടിട്ട് അവന് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇന്നലെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരുന്നപ്പം ആ സീക്രട്ട് എന്തോന്ന് ടേസുങ് ഒരു ക്ലൂ പറഞ്ഞു കാണും. കിം യങ് സു എന്ന് പറഞ്ഞൊരു സൈക്കോനെ അവന്റെ അച്ഛൻ അറസ്റ്റ് ചെയ്യാൻ നോക്കുവാന്ന്. അങ്ങനെ അവനത് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവിടെ അവന്റെ കൂട്ടുകാരനും അവന്റെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കും. കാരണം സുൻജ ഇല്ലാതെ ഇവന്മാർ ലാസ്റ്റ് റൗണ്ടിൽ തോറ്റുപോകും. അങ്ങനെ അതുകൊണ്ട് അവനും ബാൻഡൊക്കെ നിർത്തിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് ടേസുങ്ങിനോട് പറയുമ്പോഴാണ് ഇത് കേട്ട് ടേസുങ്ങും വേണം ഇവന്മാരുടെ ബാൻഡ് ഫേമസ് ആകാൻ വേണ്ടി അവൻ സഹായിക്കാന്ന് പറയും. കാരണം ഇവന് വെബ്സൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇവന് മൊത്തത്തിൽ ഫേമസാ, അതുകൊണ്ട് ഇവൻ സഹായിക്കാന്ന് പറഞ്ഞ ഉടനെ കൂട്ടുകാരനെ സന്തോഷത്തിലാകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv Edits.